ഞാൻ കുറച്ച് പാട്ട് പാടുന്നുണ്ട്. എന്തേ കാരണം എന്തറിയോ? പേരോട് മുസ്ലിയാർ കട്ടുപ്പാറന്റെ നാടിന്റെ അടുത്തുള്ള സ്ഥലം. അവിടെ പോയിട്ട് പറഞ്ഞു, നിങ്ങളുടെ മൗലവിനെ ഗാനമേളൊക്കെ നന്നായി പറ്റും. അപ്പൊ എന്റെ നാട്ടുകാർക്കൊരു മോഹം, ഞങ്ങളെ ഗാനമേള കുറച്ചൊന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞങ്ങൾ കേൾപ്പിക്കും ഇൻഷാ അല്ലാഹ്. മൂപ്പര് നാട്ടിൽ പോയി കേൾപ്പിക്കും, മൂപ്പരും കേട്ടോട്ടെ. അപ്പൊ അതുകൊണ്ട് കുറച്ച് അപ്പൊ ഈ കാര്യം നടക്കണം സംഗതി. അപ്പൊ നേരിട്ട് CM മടവൂരിനെ വിളിച്ചിങ്ങനെ പറയാം. പിന്നെ ഗാനമേളൊക്കെ വെച്ച് മൂപ്പര് എന്തിനാ പറ്റുകയെന്നുള്ള ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്. ഇപ്പൊ ഞാനത് പറയുന്നില്ല. അപ്പൊ സുഹൃത്തുക്കളെ കേട്ടോളൂ, ഞാൻ ഇനി ഇതാ CM മടവൂരിനെ വിളിച്ചിട്ട് തേടുകയാണ്. കേട്ടോളി, ഈ ഗാനത്തിന്റെ ഓരോന്നിന്റെ അടുത്ത് സുഹൃത്തുക്കൾ നിങ്ങൾ ആ വരികൾ, അപകടകരമായ വരികൾ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം. കേട്ടോളൂ. ബദറൊളിയാൽ ലംഘുന്നേ പരിമളം വീശിടുന്നേ ബഹുമമികും ശൈഖോരെ കുത്തുബൊലിയോരെ CM കരുണ തരും യാ ശൈഖുൽ അഅ്ലമ പീരേ വഴിയറിയാതെന്നും ഇരുളടഞ്ഞ മാർഗത്തിൽ വന്നണഞ്ഞുള്ളോർക്കെന്നും പ്രഭ കനിഞ്ഞോരെ ശൈഖേ തരണമേ ഞങ്ങൾക്കെന്നും ഗുണമബുവോരേ പലമറലും ഉള്ളോരെ തിരുമൊഴിയാൽ സന്തോഷ പദവികളിലാക്കി കൊണ്ടയച്ചൊരു നൂറേ എന്റെ മറവുകളെല്ലാം നീക്കി ശിഫ തരുവീരേ. ഷാഫിയായ അല്ലാഹല്ലേ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹനെ പരിചയപ്പെടുത്തിയപ്പോ റബ്ബിനെ കുറിച്ച് എന്താ പറഞ്ഞതെന്ന് കേട്ടില്ലേ? വഇദാ മരിദതു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ എനിക്ക് ശിഫ നൽകുന്നവൻ എന്റെ റബ്ബ് മാത്രമാണ്. ആ റബ്ബല്ലേ ഷഫീ. രോഗിയെ സന്ദർശിക്കുമ്പോൾ നമ്മൾ പറയുന്നില്ലേ, അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ ഇശ്ഫി അൻത ഷഫീ, ഇശ്ഫീനി ശിഫ നൽകണേ. അൻത ഷഫീ, അൻത ഷഫീ, നീയല്ലേ ശിഫ നൽകുന്നവൻ. അതേ ഗുണമല്ലേ ഈ കൊടുത്തത്? മറവുകളെല്ലാം നീക്കി ശിഫ തരുവീ.